തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും. കുറച്ച് കൈപ്പിതിര് കുടിക്കേണ്ടി വരും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ AK ആന്റണിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഇത് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ AK ആന്റണിയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. മുറിയിൽ രഹസ്യമായി 10-15 മിനിറ്റോളം സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം AK ആന്റണിയും VD സതീശനും പുറത്തേക്ക് വരുന്നു. VD സതീശനെ യാത്രയാക്കിയതിനു ശേഷമാണ് AK ആന്റണി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ AK ആന്റണി വെറുതെ പറഞ്ഞതല്ല. ഈ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം VD സതീശനും AK ആന്റണിയും തമ്മിൽ ചർച്ച നടത്തിയത്. ആദ്യം ഒരു വെടി പൊട്ടിക്കട്ടെ AK ആന്റണി, അത് ചർച്ചയാകട്ടെ. അങ്ങനെ ചർച്ചയാകുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ പറയാമല്ലോ. എങ്ങനെയെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം. അതിന് AK ആന്റണിയെ മുന്നിൽ നിർത്തിയുള്ള ഒരു കളി അത് തന്നെയാണ് നടന്നത് എന്ന് വേണം കരുതാൻ. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? ചെറിയ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെയാണ്. വീട് കയറിയിട്ടാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ, എവിടെ വേണമെങ്കിലും പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം ധനസഹായം കൊടുക്കുക. അവർ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത് ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ തുടങ്ങുക. പിന്നെ ചികിത്സയുടെ കാര്യം അറിയാമല്ലോ. അപ്പം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരിക. ഇപ്പോഴുള്ള ചികിത്സാ ചെലവിൻ്റെ 1/3 അല്ലെങ്കിൽ 4/1 അത് കുറയും. പ്രകടന പത്രികയിൽ പറഞ്ഞ നീണ്ട വാഗ്ദാനങ്ങളുണ്ട്. അതൊന്നും നടപ്പാക്കും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ 5 കാര്യങ്ങൾ VD സതീശനും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വീടുകളിൽ കയറിയും പൊതുയോഗങ്ങളിലും പറഞ്ഞ 5 കാര്യങ്ങൾ അത് നടപ്പാക്കണം. 5 മതിയോ? പോരാ, ഒന്നുകൂടിയുണ്ട്. അതും കൂടി കേൾക്കാം. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. VD സതീശന്റെ വാക്കുകളാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞ VD സതീശന്റെ വാക്കുകൾ ആശാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. 21,000 രൂപ പ്രതിമാസം ആശാ പ്രവർത്തകർക്ക് നൽകും. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ UDF തീരുമാനമെടുക്കുമെന്ന്. നടപ്പാക്കണ്ടേ? രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ കേരളം പാപ്പരാണ് എന്ന് AK ആന്റണിയെ കൊണ്ട് പറയിപ്പിച്ചത്? പാപ്പരല്ല എന്നതിന് തെളിവുണ്ട്. 2 ദിവസം മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഡോക്ടർ ലേഖ ചക്രവർത്തി. അവർ പറയുകയാണ്, ഉയർന്ന മാനവ വിഭവശേഷി, കരുത്തുറ്റ സേവന മേഖല, ദേശീയ ശരാശരിയേക്കാൾ കൂടിയ പ്രതിശീർഷ വരുമാനം എന്നിങ്ങനെ അസൂയാർഹമായ നേട്ടങ്ങളുമായാണ് കേരളം പുതിയ രാഷ്ട്രീയ തടലിലേക്ക് കടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ കടമെടുക്കൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയായതിനാൽ കുറ്റം പറയാനാകില്ല. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും അടക്കം കൃത്യമായി നൽകി. മനുഷ്യ വിഭവശേഷി നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ വരവിനേക്കാൾ അധികമാണ് സർക്കാരിൻ്റെ ചെലവ്. കാലങ്ങളായി ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. എന്നാൽ കേന്ദ്ര വിഹിതത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കടുത്ത സമ്മർദ്ദത്തിലാണ്. വരുമാനം കൂടും, വെല്ലുവിളികളും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാരഗ്രാഫിലും പറയുന്നു, കേരളത്തിൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു, വരുമാനം കൂടുകയാണ് എന്ന് വെച്ചാൽ കേരളം പാപ്പരല്ല എന്ന് പറയുകയാണ്. ആരാണ്? ലേഖ ചക്രവർത്തി. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിലെ പ്രൊഫസറായ ലേഖിക മ്യൂണിക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ഗവേണിംഗ് ബോർഡ് അംഗവുമാണ്. മലയാള മനോരമ പറയുകയാണ് കേരളം പാപ്പരല്ല എന്ന്. പിന്നെ എന്തിനാണ് AK ആന്റണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പലതും വിളിച്ചു പറയും, ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഓരോന്ന്. KSRTCയിൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ തുടങ്ങേണ്ടത് എപ്പോഴാണ്? നാളെ മുതലാണ്. മെയ് 15 മുതൽ. കൃത്യം പറഞ്ഞാൽ 2026 മെയ് 15 മുതൽ നടപ്പാക്കുമെന്ന് പറഞ്ഞത് ഇതേ കോൺഗ്രസ് നേതാക്കളാണ്. തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു, വീട് കയറി പറഞ്ഞു,
ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് UDF, ഇതാണ് കോൺഗ്രസ്. ഇത് തന്നെയാണ് കേരളം വരും ദിവസങ്ങളിലും അനുഭവിക്കാൻ പോകുന്നത്. കണ്ടറിയുക തന്നെ. കണ്ടു മാത്രമല്ലല്ലോ അറിയുക, കൊണ്ടും കൂടി അറിയുമല്ലോ എന്ന ദുഃഖം മാത്രമേ ഉള്ളൂ.